നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുകയാണ്. ഫകശഫനാ അൻക ഗിതാഅ ഫബസറുക യൗമ ഹദീദ്. കണ്ണിന്റെ മൂടി അല്ലാഹു അങ്ങ് മാറ്റുകയാണ്. ഈ കണ്ണിനൊരു മൂടിയുള്ളത് കൊണ്ടാണ് പലതും നമുക്ക് കാണാൻ കഴിയാത്തത്. കണ്ണിന്റെ മൂടി അല്ലാഹു അങ്ങ് മാറ്റിക്കളഞ്ഞാൽ അതുവരെ കാണാത്ത പലതും നമ്മൾ കാണാൻ തുടങ്ങും. മോശപ്പെട്ടയാളാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ തോളിലുള്ള 2 മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇയാളോട് പറയും അത്രേ, അതുവരെ മരണം വരെ ഇവർ മിണ്ടാതിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുവെങ്കിലും അപ്പോഴൊക്കെ ആ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. മരിക്കുന്നത് വരെ അവർ മിണ്ടില്ല. മരണമാസന്നമായാൽ തോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ മോശപ്പെട്ട മനുഷ്യനോട് പറയുകയാണ്, ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്ക് നന്മ ചെയ്യാതിരിക്കട്ടെ. നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഫറബ്ബ മജ്ലിസ് സൂഇൻ നജ്ലസ്തന, എത്ര മോശപ്പെട്ട സദസ്സിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത, റബ്ബിനിട്ടമില്ലാത്ത എത്ര സദസ്സിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഹറാമ കണ്ടുക, ഹറാമ കാണുന്ന ലോകം, ആ ലോകം ചിന്തിക്കേണ്ടതാണ്. മലക്കുകളോട് പറയും, എത്ര മോശം സദസ്സിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തിയത്. എത്ര മോശം അമലുകളാണ് ഞങ്ങൾ നീ കാരണമായി എഴുതേണ്ടി വന്നത്. എത്ര മോശം സംസാരമാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് റബ്ബ് നിനക്കൊരു നന്മയും നൽകാതിരിക്കട്ടെ. നീ തകരട്ടടാ, നീ നശിക്കട്ടെ, നിന്റെ മേൽ റബ്ബിന്റെ ലഅനത്തുണ്ടാകട്ടടാ, നീ ലഅനത്ത് കെട്ടിപ്പോ നീ ലഅനത്തായി നശിച്ചു പോകട്ടെ എന്ന് ഈ 2 മലക്കുകളും എഴുന്നേറ്റതെന്ന് പറയുമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ രേഖപ്പെടുത്തി, മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഈ 2 മലക്കുകളെ കാണുകയാണ്. ഇതൊക്കെ അടുത്തിങ്ങനെ നടക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. പിന്നെ നാവനങ്ങുമോ? ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണമെങ്കിൽ റബ്ബിന്റെ പ്രത്യേകമായ കഴിവ് വേണ്ടേ? ഇതൊക്കെ ഇങ്ങനെ അനുഭവപ്പെടുമ്പോ ആകെ അന്താളിച്ച് വെപ്രാളപ്പെട്ട് നിസ്സഹായനായി നിൽക്കുകയാണ് മനുഷ്യൻ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി വീണ്ടും റസൂലുള്ള പറയാൻ, മരിക്കാൻ പോകുന്ന ഒരാളുടെ അടുത്തേക്ക് ഇബ്ലീസുൽ ലഈൻ ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ അല്ലാഹു ആ സമയം ഇത് കാരണം എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് മരണം എളുപ്പമാകാൻ അല്ലാഹു നിദാനമാക്കി തരട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഇബ്ലീസ് ഇറങ്ങി വരും. എങ്ങനെ ഇറങ്ങി വരാ? വാപ്പയുടെ കോലത്തിൽ, മരിച്ചുപോയ ഉമ്മയുടെ കോലത്തിൽ, അല്ലെങ്കിൽ സഹോദരന്റെ കോലത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവിന്റെ കോലത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കോലത്തിൽ ഇറങ്ങി വന്നിട്ട് പറയും, എടോ നീ വിശ്വസിച്ച വിശ്വാസം നിന്നെ രക്ഷപ്പെടുത്താൻ പര്യാപ്തമല്ല, അതുകൊണ്ട് നീ ഇസ്ലാമല്ലാത്ത മതത്തിലേക്ക് മാറിക്കോ, നിനക്ക് രക്ഷപ്പെടാനെന്ന് ഇബ്ലീസ് ആ ഘട്ടത്തിൽ വന്ന് പറയും. ചിന്തിച്ചു നോക്കൊരു സഹായവുമില്ലാതെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുകയും കൂടെ ചെയ്താലോ നമ്മുടെ വിശ്വാസം പഴിച്ചു പോകൂലേ? അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു വിഷയമാണത്. മരണസമയത്ത് പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതാണല്ലോ പണ്ടൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇരുന്നിട്ട് ഉമ്മമാര് ചൊല്ലാറും ദുആ ചെയ്യാറും ഒക്കെ ഉണ്ടായിരുന്നത്. അതാണ് ദാഹമഹുതത് കൂട്ടിടും ഇബ്ലീസ് ഖുസിനെ കാട്ടിടും നേരം ലഈനവാൻ അട്ടുവാൻ ബദരികളാൽ തുണ റബ്ബന, ബദരികളാൽ തുണ റബ്ബന. ദാഹമൗതത് കൂട്ടിടും ഉമ്മമാരെ, അതൊക്കെ വീണ്ടും ആവർത്തിച്ചു ചൊല്ലണം. പഴമക്കാർ ചൊല്ലിയതൊന്നും നട്ടത്തിൻ്റെതല്ല. അവരൊക്കെ ആഖിറം സലാമത്താക്കാൻ വേണ്ടി കട്ടപ്പെട്ടവരാണ്. നമ്മളോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹറാമിന്റെ പെട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ജീവിതം തള്ളിക്കളയുന്ന നമ്മളാണോ പരിഷ്കരണത്തിന്റെ പേരിൽ ഈമാൻ ലഭിച്ചു മരണപ്പെട്ടു പോയവരെ നമ്മൾ ആക്ഷേപിക്കുന്നത്? ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇരുന്നിട്ട് ചൊല്ലിക്കോ ദുആയാണത്. ബദരീങ്ങളെ മുൻനിർത്തി ദുആ ചെയ്യുകയാണ്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് ഖുസിനെ കാട്ടിടും നേരം ലഈനവാൻ അട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. അല്ലാഹു സുബ്ഹാനഹു വ തആല
ബദരീങ്ങളുടെ ഹഖ് കൊണ്ട് മരണസമയത്ത് അല്ലാഹു പ്രയാസത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇബ്ലീസിന്റെ ശല്യത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. വലിയ പ്രയാസത്തിന്റെ ഘട്ടമാണത്. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ആ സമയത്ത് പിശാചിൽ നിന്ന് അവിടെ രക്ഷപ്പെടുത്താൻ ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇബ്ലീസ് വന്നിട്ട് അവനെ പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ആ സമയത്ത് എപ്പോഴാണ്? അതേ സമയത്താണ് നരകവും സ്വർഗവും കാണിക്കപ്പെടുക. നരകം കാണുന്ന സമയത്ത് വന്നിട്ട് പറയുക, നീ ഇപ്പൊ വിശ്വസിച്ച ഈ വിശ്വാസത്തിൽ നിന്നാൽ നിനക്ക് നരകമാണ്, അതുകൊണ്ട് നീ വളരെ പെട്ടെന്ന് നിന്റെ വിശ്വാസം മാറിക്കോ. മുഅ്മിനായ മനുഷ്യൻ ആദ്യം നരകാണല്ലോ കാണിച്ചു കൊടുക്കുക, പിന്നെയാണ് സ്വർഗം കാണിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഇബ്ലീസ് പറയാ, ഇതാ നിന്റെ വിശ്വാസം കൊണ്ട് നിനക്ക് ലഭിക്കുന്നത് ഇതായിരിക്കും, അതുകൊണ്ട് രക്ഷപ്പെട്ടോ. ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഇറക്കിയിട്ട് മുഅ്മിനീങ്ങളെ അവന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. നല്ല മനുഷ്യരാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ ആ സമയത്ത് അല്ലാഹുവിന്റെ ഇന്നല്ലദീന ആമനൂ അല്ലാഹു സുബ്ഹാനല്ലദീന ആമനൂ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് എന്റെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു പിന്നെ നേരായ വഴിയിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക മരണസമയത്ത് അവരുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാകണ്ട എന്ന് പറഞ്ഞ് ആ മലക്കുകൾ അവരെ സമാധാനിപ്പിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അവർക്ക് നേതാവായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടാകും. മുഅ്മിനായ ആളുകളുടെ വിശ്വാസം രക്ഷപ്പെടുത്താൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രംഗത്ത് നിന്ന് നമ്മൾ ഏതെങ്കിലും 10 റുപ്യയോ 100 റുപ്യയോ സദഖ കൊടുത്തത് കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഞാൻ ഒഴിവ് കിട്ടുന്ന സമയത്ത് നിസ്കരിക്കാറുള്ളത് കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. രാജാതിരാജനായ റബ്ബിനെ അക്ഷരം പ്രതി അംഗീകരിച്ചോളൂ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മരണം 2 രീതിയിലാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖബറിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഖബർ നമ്മുടെ വിഷയമല്ല. ഇനിയുള്ള ദിവസത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ അങ്ങനെ ഒരു വിഷയവുമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുവദിച്ചാൽ ഇനി ഏതെങ്കിലും ഇതുപോലൊരു ദിവസത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഉണ്ടെങ്കിൽ ഖബർ നമ്മൾ പറയും. ഇന്ന് മരണം മാത്രമാണ് നമ്മുടെ വിഷയം. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, 2 രീതിയിലാണ് എന്റെ സഹോദരാ മരണം. ഒന്ന് മുഅ്മിനായ മനുഷ്യന്റെ മരണമാണ്, മറ്റൊന്ന് ധിക്കാരിയായ മനുഷ്യന്റെ മരണമാണ്. ചെറിയ രീതിയിലാണ് ഞാനിത് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾ മരിക്കാൻ പോകുമ്പോൾ മലക്കുകൾ വന്ന് അയാളെ പിടിച്ചു വെക്കും. ഉടനെ അതാ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. മരിക്കാൻ പോകുന്നയാൾ മോശക്കാരനാണെങ്കിൽ ഇയാളുടെ അടുത്തേക്ക് കറുത്തിരണ്ട രൂപത്തിലായിരിക്കും മലക്കുകൾ ഇറങ്ങി വരുന്നതെന്ന് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ അതാ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പടങ്ങളുമായിട്ടാണ് ഈ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ചുറ്റുഭാഗത്തും വന്നിരിക്കുന്നത്. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അതാ തലയുടെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ടോ ഈ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ആത്മാവിനോട് പറയും, ഈ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ഭീകരമായ രൂപത്തിലിരിക്കുന്ന മലക്കുകളെ കാണുമ്പോഴേക്ക് ഇയാൾ വിളിച്ചു പറയാൻ തുടങ്ങുമത്രേ, എന്തിനാണ് നിങ്ങൾ വന്നത്? ഇയാളാകെ വെപ്രാളപ്പെടാൻ തുടങ്ങുമത്രേ. അപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാം തലയുടെ ഭാഗത്ത് നിന്ന് ആത്മാവിനോട് പറയുന്നത്, ഉഖ്റുജി, പുറത്തേക്ക് വരൂ, നിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ഈ മോശപ്പെട്ട മനുഷ്യന്റെ ആത്മാവ് പേടിച്ച് 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 ഉള്ളോട്ട് ഉള്ളുവലിയുമത്രേ. കഥ പറയുകയില്ല, ഞാൻ കഥ പറയുകയില്ല എന്റെ സഹോദര, എനിക്കും നിങ്ങൾക്കും വരാനുള്ള രംഗം പറയുകയാണ്. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വളരെ അകലത്തിൽ ജീവിച്ചിരുന്നവരാണ് റബ്ബേ ഞങ്ങൾ. ഈമാന് കുറഞ്ഞു പോയ കാലഘട്ടമാണ്. വല്ല തെറ്റും ചെയ്തു പോയെങ്കിൽ മാപ്പ് ചെയ്യണമേ തമ്പുരാനെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, റൂഹ് പുറത്തു വരാൻ കൂട്ടാക്കൂല, പേടിച്ചിട്ട് ഉൾവലിയും. ആ സമയത്ത് ആ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകൾ വൽ മലായികതു ബാസിതു അയ്ദീഹിം അഖ്രിജൂ അൻഫുസകും അയൗമ തുജ്സൗന അദാബ
അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകൾ അതാ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ഈ മനുഷ്യന്റെ മുഖത്തും ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും അടിക്കുകയാണ്. അടിച്ചിട്ട് ഓരോ പോയിന്റിൽ നിന്നും അതാ അവന്റെ റൂഹ് അങ്ങനെ വലിച്ചെടുക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മലക്കല്ല റൂഹ് പിടിക്കുന്നത്, 1-2 മലക്കല്ല, ഒരു സംഘം മലക്കുകളാണത്രേ. ഒരു ഹദീസിൽ കാണാം അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് വമഅഹു 70,000 മലക്കാ,